നമ്മൾ ഒരു MBBS ഒരു ഡോക്ടർ എന്നുള്ള ഒരു കരിയറിന്റെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ് ഈ നീറ്റ് UG. അത് സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫൈനൽ ഇയർ ഒക്കെ നമ്മളിങ്ങനെ ഓരോ വാർഡുകളിൽ പോകും. നമ്മൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം അത് കാണാൻ ഭയങ്കര രസമാണ്. നീറ്റ് എൻട്രൻസ് എക്സാമിൽ ഉയർന്നൊരു സ്കോർ കരസ്ഥമാക്കിയ ഒരു വിദ്യാർത്ഥിക്കൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. ശരിക്കും അന്നൊക്കെ നമുക്ക് വിദ്യാർത്ഥി എന്ന് വിളിക്കാം, ഇന്ന് വിളിക്കുമ്പോൾ നമ്മൾ പറയാ ഡോക്ടർ ആദിത്യൻ എന്നാണ്. 4 വർഷം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അല്ലെ MBBS ലൈഫൊക്കെ പിന്നിട്ട് ഇപ്പൊ പണ്ട് സ്വപ്നം കണ്ടിരുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്, ഒരു ഡോക്ടർ ആയിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു ഏകദേശം 4-5 വർഷങ്ങൾക്ക് ശേഷം ബ്രില്യൻ ക്യാമ്പസിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം? ഭയങ്കര നൊസ്റ്റാൾജിക് ആണ് ശരിക്കും. ഇപ്പം ഞാന് ഇവിടെ വരാൻ വേണ്ടി വന്നല്ല, ശരിക്കും ഞാൻ ഈ കോട്ടയം വഴി നിന്ന് പോയതാണ്. അപ്പൊ ഞാൻ ക്യാമ്പസിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട്, ഇവിടെ ഒന്ന് 1 വർഷത്തോളം പഠിച്ചല്ലേ, അപ്പം വന്നൊന്ന് കയറി കണ്ടിട്ട് ഏതെങ്കിലും സാറുമാരൊക്കെ ഒന്ന് കാണുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പം ഭയങ്കര സന്തോഷമുണ്ട് കണ്ടപ്പോൾ. കാരണം നമ്മള് ഒരു കംപ്ലീറ്റ്ലി ഒരു ഫുൾ ഇയർ ഇവിടെ സ്പെൻഡ് ചെയ്താണ്, ഇവിടെ പഠിച്ചാണ്, റെഫറൻസും അതും ഇതും എല്ലാം കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ട് തോന്നി. നൊസ്റ്റാൾജിക് എന്ന് പറയുമ്പോൾ ബ്രില്യന്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം അല്ലെ. ഇവിടെ വന്ന് ഇപ്പം സ്വാഭാവികമായിട്ടും കോട്ടയം വഴി പോയ സമയത്ത് നമ്മുടെ പാലായിലെ ബ്രില്യൻ സ്റ്റഡി സെന്ററിലേക്ക് ഒന്ന് എത്തണം, ഇവിടെ എനിക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ എന്നെ ഈ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ആദിത്യൻ ഇവിടെ എത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരൊക്കെയാണ്, എന്തൊക്കെയാണ് ആ ഒരു കാലയളവിൽ ആദിത്യനെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിച്ചത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ആദ്യം പറയേണ്ടത് എൻ്റെ ഒരു ഹോസ്റ്റൽ വാർഡനാണ്, ഹെൽബിൻ സാറുണ്ട്. അപ്പം സാറും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാ കാര്യത്തിലും, പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഹോസ്റ്റലിലെ ഓരോ കാര്യത്തിലാണെങ്കിലും സാർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതേപോലെ പഠിപ്പിച്ച ഓരോ സാറുമാരുണ്ട്, നമ്മുടെ കോളേജ് പഠിപ്പിച്ചതാണ്, രതീഷ് സാറുണ്ട്, പിന്നെ KNG സാറുണ്ട്, റോഷ്നി മാഡം ഉണ്ട്, പിന്നെ ഫിസിക്സിലെ ജെയ്സൺ സാറുണ്ട്, പിന്നെ നമ്മുടെ മായറാണി മിസ് ഉണ്ട്. അങ്ങനെ കുറെ അധികം ആൾക്കാരുണ്ട് നമ്മുടെ ബ്രില്യന്റിലെ. കാരണം ഭയങ്കര രസമായിരുന്നു ഒരു പഠിപ്പിക്കുന്ന രീതികളും, കുറെ അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഈ ഒരു ജേർണിയിൽ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ റെഫറൻസുകളാണ്. അപ്പം അവിടെയുള്ള നമ്മുടെ ലൈബ്രറിയും അവിടെയുള്ള ബുക്കുകളും, പിന്നെ റെഫറൻസ് ടൈമിൽ പോകുമ്പം അവിടെ നമ്മുടെ സ്റ്റാഫ് റൂമിൽ സാറുമാർ കാണും. അവർക്ക് ഒരിക്കലും ഒരു മടി ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഏതൊരു ഡൗട്ട്, ചെറിയ ഡൗട്ട് ആയിക്കോട്ടെ വലിയ ഡൗട്ട് ആയിക്കോട്ടെ, എന്തിനാണെങ്കിലും ഒരിക്കൽ പോലും ഒരു മടി അവർ കാണിച്ചിട്ടില്ല. അതൊക്കെ ഭയങ്കര വലിയൊരു പാർട്ടായിരുന്നു ഈ ഒരു ജേർണിയിൽ. ഇപ്പൊ തീർച്ചയായിട്ടും 2025 നീറ്റ് ലക്ഷ്യം വെച്ച് ബ്രില്യനിലേക്ക് എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒരുപാട് പേരുണ്ട്. അപ്പൊ നമുക്കറിയാം കേരളത്തിലെമ്പാടും 8ഓളം സെന്ററുകളാണ് ബ്രില്യനിൽ. അവിടെ എല്ലാം ഒരുപാട് വിദ്യാർത്ഥികൾ, 10,000-കണക്കിലധികം വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു നീറ്റ് ലൈഫും ഒരു MBBS സ്റ്റുഡന്റ് ലൈഫിനെ കുറിച്ച് ഒന്ന് കമ്പയർ ചെയ്ത് പറയാം. അതൊരിക്കലും ഒരു കമ്പാരിസനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മള് ഒരു MBBS ഒരു ഡോക്ടർ എന്നുള്ള ഒരു കരിയറിന്റെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ് ഈ നീറ്റ് UG. അത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് മാത്രം, ചെറിയൊരു എക്സാം ആണത്. നമ്മൾ നീറ്റ് UG കഴിഞ്ഞ് നമ്മളൊരു MBBS ഒരു കോളേജിലോട്ട് കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളിതുവരെ പഠിച്ചൊന്നും അല്ല ഇനിയും പഠിക്കാനുള്ളത്. അതിലും കുറെ അധികം വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് പഠിക്കണം, നമുക്ക് മനസ്സിലാവും. അപ്പം അത് കഴിഞ്ഞിട്ടും MBBS കഴിഞ്ഞിട്ട് പിന്നെ PG എടുക്കുമ്പോഴും അതിനേക്കാൾ കൂടുതൽ പഠിക്കാനുള്ളത്. അപ്പം ഒരു പ്രോസസ്സാണ് ബേസിക്കലി ഇത്, ആ ഒരു ഇതില് പഠിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പ്രോസസ്സിലൂടെ കടന്ന് ലക്ഷ്യത്തിൽ എത്തി നിൽക്കുകയാണ് അല്ലെ. ഒരു ഡോക്ടർ ആദിത്യനായിട്ട് നിൽക്കുന്ന ഒരു പ്രൗഡ് മൊമെന്റ് ആണത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കും അതൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ സാധിക്കുന്ന ഒരുപാട് അഭിമാനമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട് ആദിത്യന്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു പേര്, ആ ഒരു ടാഗ്ലൈനൊക്കെ കിട്ടി ഇപ്പൊ പ്രൗഡായിട്ട് നിൽക്കുന്ന ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയുന്നത്? ഏറ്റവും അധികം സന്തോഷം. കാരണം കുറെ ഹാർഡ് വർക്കാണ് എല്ലാവർക്കും, എന്റെ മാത്രമല്ല എല്ലാവരുടെയും ഒരു ഇതില് ഭയങ്കര ഒരു സ്ട്രഗിൾ ആണ് ഈ ഒരു MBBS. കാരണം ഭയങ്കര ഹെക്ടിക് ഷെഡ്യൂളാണ്. കാരണം 4-4.5 കൊല്ലമുണ്ട്. ആ 4-4.5 കൊല്ലത്തില് പല ഡിപ്പാർട്ട്മെന്റിൽ പോകണം, ഭയങ്കര ഒരു ഹെക്ടിക് ഇതാണ്. അപ്പം ആ ഒരു സാധനം ക്ലിയർ ചെയ്തിട്ട് നമുക്കിപ്പം ഈ ഒരു ഡോക്ടർ ആദിത്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹാപ്പി മൊമെന്റ് ആണ്. പിന്നെ അതിലുപരി പരീക്ഷകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ഒരു MBBS ജീവിതത്തിൽ കയറി കഴിയുമ്പോൾ നമ്മള് ഓരോ കൊല്ലം, ഫസ്റ്റ് ഇയർ ഇല്ല, അത് സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫൈനൽ ഇയർ ഒക്കെ നമ്മളിങ്ങനെ ഓരോ വാർഡുകളിൽ പോകും. അപ്പൊ നമ്മൾ ഈ വാർഡുകളിൽ പോകുമ്പോൾ അവിടുത്തെ ഓരോ പേഷ്യൻസ് കാണും. അവർക്ക് വലിയ കാര്യമായിട്ട് പൈസ ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പൊ അവരൊക്കെ നമ്മളെ നോക്കി കാണും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, നമ്മൾ അവരെ സഹായിക്കുന്നതും അതൊക്കെ എപ്പോഴും ഒരു എന്താ പറയുന്ന ഒരു ബ്ലെസ്ഡ് ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എപ്പോഴും. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം അത് കാണാൻ ഭയങ്കര രസമാണ്. ഒരു എന്താ പറയുന്നത്, ബ്ലെസ്ഡ് ആണ്. ശരിയാണ്. തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയ, ഇപ്പൊ വാർഡിലൊക്കെ പോയിരുന്ന ആ ഒരു സമയത്ത് മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ പെട്ടെന്ന് പറഞ്ഞത്? ഈ ലേബർ റൂം പോസ്റ്റിംഗ് ഉണ്ട് നമുക്ക്, ഈ 12 hour ഷിഫ്റ്റ് ഒക്കെ ഉണ്ട്.
അപ്പൊ നമുക്ക് ഈ ഓരോ പേഷ്യൻസും നമുക്ക് കിട്ടും, നമ്മൾ ഓരോ ഇന്റേൺസിന് വേണ്ടി ഓരോരോ പേഷ്യൻസിനെ കിട്ടും. അപ്പൊ നമുക്ക് ആ പേഷ്യൻസിന് വേണ്ടി കെയർ ചെയ്യും. നമ്മൾ അവരുടെ എല്ലാ കാര്യം ആദ്യം മുതൽ അവസാനം വരെ നമ്മളായിരിക്കും ചെയ്യുന്നത്. അവരുടെ ഈ വൈറ്റൽസ് നോക്കുന്നത് ഓരോ കാര്യം നമ്മൾ തന്നെ ആയിരിക്കും. അപ്പം അത് അവര് ഡെലിവറിക്ക് മുന്നേ അവരെ നമ്മൾക്ക് അറിയായിരിക്കും, ഡെലിവറി കഴിഞ്ഞ് അവരുടെ കുഞ്ഞു വെള്ളപ്പോഴും നമ്മളെ അറിയായിരിക്കും. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ട് അവരെ പിന്നെ കാണാൻ പോകുമ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷം അത് ഭയങ്കര രസമാണ്. പിന്നെ ആ കുഞ്ഞ് ഉണ്ടായി കഴിയുമ്പം നമ്മൾ ആ കുഞ്ഞിന്റെ അടുത്ത് പോയി കുഞ്ഞിനെ കളിപ്പിക്കുന്നതും ജസ്റ്റ് ആ കുഞ്ഞിന്റെ ഇതൊക്കെ എടുക്കുന്നതും കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കുന്ന എടുക്കാനും അതൊക്കെ ഭയങ്കര ഒരു രസകരമായിട്ടൊരു കാര്യം, ഭയങ്കര സന്തോഷം കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ഓരോ ലക്ഷ്യത്തിൽ എത്തുന്നതിനും പിന്നിൽ നമ്മളെയൊക്കെ വഴിനയിച്ച കുറെ ആളുകൾ ഉണ്ടാവും അല്ലെ. തീർച്ചയായിട്ടും ഇപ്പം MBBS എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്തി ഡോക്ടർ ആദിത്യൻ പിന്നോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് പേര് സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയാൻ പറ്റിയ ആള്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെന്ന തീരുമാനമൊക്കെ എന്നോട്ടാണ്? MBBS എടുക്കുന്നതിനെ പറ്റി എന്നെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തത് എൻ്റെ അമ്മൂമ്മയാണ്. എൻ്റെ അമ്മൂമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ഡോക്ടറാണെന്നുള്ളത്. അപ്പം ഈ ഒരു ജേർണിയിൽ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തത് എൻ്റെ അമ്മൂമ്മനാണ്. പിന്നെ എൻ്റെ അച്ഛൻ, അമ്മ, എല്ലാവരും എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിരുന്നു. ഇപ്പൊ ഏതെങ്കിലുമൊക്കെ എക്സാമിന് മാർക്ക് കുറഞ്ഞാലോ അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിലോ ഒന്നും അവര് എപ്പോഴും പറയാ കുഴപ്പമില്ല, അടുത്തേലും വഴിച്ചാൽ മതി, അത്ര ഒരു പോസിറ്റീവ് ഇതിലാണ് എപ്പോഴും അവരെടുത്തത്. അപ്പം അതും പിന്നെ കോളേജിൽ പഠിപ്പിച്ച ആൾക്കാരും പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ചിലപ്പം മനസ്സിലാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനും അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരോട്ടും ഭയങ്കര അധികം കടപ്പെട്ടിരിക്കുന്നു ഈ ഒരു ജേണിയിൽ. ഇപ്പോ സ്വാഭാവികമായിട്ടും നീറ്റ് എന്ന കടമ്പ കടന്ന് നമ്മൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയുണ്ട്. അവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ക്ലാസ്സിൽ കയറി ഫസ്റ്റ് ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരു ചർച്ച ഉണ്ടായിരുന്നിരിക്കാം, ബ്രില്യന്റിൽ പഠിച്ച എത്ര മുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. എത്ര പേരുണ്ടായിരുന്നു? ഞാൻ ഇവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും ആദ്യം കാണുന്ന മുഖങ്ങള് എല്ലാം പരിചയമുള്ള മുഖങ്ങളാണ്. എവിടെയെങ്കിലും ഒന്നെങ്കിൽ റെഫറൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ബ്രേക്കില് ഫുഡ് കഴിക്കുമ്പോൾ കാണുന്ന അങ്ങനെ ഒരു 85-90% എല്ലാവരും ബ്രില്യന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 2018 നിങ്ങളെ പോലൊക്കെ ഒരു എന്താണ് ഇനി എന്നറിയാതെ അല്ലെങ്കിൽ ഡോക്ടർ എന്ന ലക്ഷ്യത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലേക്ക് കടന്നു വന്ന ആദിത്യൻ ഇന്ന് ഡോക്ടർ ആദിത്യനായിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും 2025 നീറ്റ് എൻട്രൻസ് എക്സാമിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളോട് ഡോക്ടർ ആദിത്യന് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. തന്റെ പഠന രീതിയും അതുപോലെ ആ ഒരു MBBS കാലഘട്ടവും ഒക്കെ നമ്മളോട് പറഞ്ഞു. എങ്കിൽ കൂടി ഇനിയുള്ള ഈ ഒരു നീറ്റ് കാലഘട്ടം 2025 നീറ്റിനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഡോക്ടർ ആദിത്യൻ നമുക്ക് പറഞ്ഞു. അപ്പം എന്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി പഠിച്ചത് NCERT തന്നെയാണ്. നമ്മുടെ മെയിൻ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, +1 +2 NCERT ബയോളജി, അത് തന്നെയാണ് ഞാൻ ഏറ്റവും അധികം പഠിച്ചത്. പിന്നെ ഞാൻ നോക്കിയെന്നൊരു കാര്യമുണ്ട്, അതായത് നമ്മുടെ എല്ലാ ആഴ്ചകളിലും ബ്രില്യന്റിൽ തന്നെ ഓരോ പരീക്ഷകളില്ലേ, ആ പരീക്ഷകളിൽ NCERT ഇല്ലാത്ത ഓരോ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്യും, NCERT സൈഡിൽ ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു. അത് പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ സമയം കിട്ടുമ്പോൾ ഞാൻ അതിങ്ങനെ വായിക്കുമായിരുന്നു. അപ്പം എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയുന്നത് NCERT നല്ലോണം പഠിക്കുക, അതിനൂടെ ഒരു പരീക്ഷയും മിസ്സാവാതെ എഴുതുക, ഇവിടുത്തെ എല്ലാ പരീക്ഷകളും എഴുതുക. കാരണം പരീക്ഷ എഴുതി നമുക്കിത് ശീലമാകത്തുള്ളൂ. കാരണം നമുക്ക് വേണ്ടത് സ്പീഡാണ് ഈ ഒരു പരീക്ഷയിൽ. കാരണം എത്രയും പെട്ടെന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക, എത്രയും പെട്ടെന്ന് അത് മാർക്ക് ചെയ്യുക, അതിന് നമുക്ക് പ്രാക്ടീസ് വേണം. ആ പ്രാക്ടീസ് നമുക്ക് കിട്ടുന്നത് ഇവിടെ ഓരോ പരീക്ഷകളിൽ നിന്നാണ്. അപ്പം എന്നോട് പറയുവാണെങ്കിൽ എല്ലാ പരീക്ഷയും കൃത്യമായിട്ട് എഴുതുക. ആ പരീക്ഷ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബുക്കിനെ സൈഡ് എഴുതി വെക്കുക, സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രില്യന്റില് തന്റെ ലക്ഷ്യത്തിൽ എത്താൻ സ്വാധീനിച്ച ഒരുപാട് വ്യക്തികളെയൊക്കെ കാണാൻ, തന്റെ ക്യാമ്പസിനൊക്കെ കാണാനാണ് ആദിത്യൻ വളരെ സന്തോഷത്തോടുകൂടി ക്യാമ്പസിലേക്ക് എത്തിയത്. അപ്പോൾ എല്ലാവിധ ആശംസകളും, ജീവിതത്തിൽ ഇനിയും വലിയ വലിയ നേട്ടങ്ങൾ നേടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.